Hello guys. Hi. Welcome to നമ്മുടെ ചാനൽ Happy with Ash. അപ്പോൾ ഇന്ന് നമ്മൾ പുതിയ വ്ലോഗ് ആയിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. എങ്ങോട്ടാ പോണേ? നമുക്ക് സൂക്ക് വാക്കിഫിൽ ഒരു പാർക്ക് ഉണ്ട്. ഇന്നലെ കോർണിഷൻ ഏരിയയിൽ ജസ്റ്റ് ഒന്ന് സീ സൈഡ് സൂക്ക് വാക്കിഫിന്റെ പാർക്കും പിന്നെ കോർണിഷിന്റെ ഒരു ഭാഗത്തുള്ള കുറച്ച് സീ സൈഡ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ അപ്പൊ അവിടെയൊക്കെ പോയിട്ട് നമുക്ക് കറങ്ങിയിട്ട് വരാം. അപ്പൊ അവിടെ ചെന്നിട്ട് കാണാം. ഐസ്ക്രീമോ? ഐസ്ക്രീം അല്ല, നമ്മളിത് ക്രീം ബണ്ണ്, കുഞ്ഞിക്കുള്ള ജ്യൂസ്, ബിസ്ക്കറ്റ് ആണ്ട കിടക്കുന്നു ഒരെണ്ണം. ചാടി എണീറ്റോ? എണീറ്റോ? അപ്പം നമ്മൾ കുഞ്ഞിക്കും ഞങ്ങൾക്കും വേണ്ട സ്നാക്സ് ഒക്കെ മേടിച്ചിട്ട് ഇവിടെ നിന്ന് അങ്ങോട്ട് ഇനി നടക്കാൻ പോവാണ്. നമ്മൾ സൂക്കിൻ്റെ തൊട്ടടുത്താണ് പാർക്ക്, അവിടെ വരെ ഇനി നടക്കാൻ പോവാണ്. അപ്പോൾ നടരാജ എക്സ്പ്രസ്സിൽ നമ്മുടെ യാത്ര ആരംഭിക്കുകയാണ് ഗൈസ്. അങ്ങനെ നമ്മൾ കുറച്ച് നാളുകൾക്ക് ശേഷം വീണ്ടും സൂക്കിൻ്റെ ഇടനഴിയിലൂടെ യാത്ര ആരംഭിച്ചിട്ടുണ്ട്. ചൂടൊക്കെ ഒന്ന് കുറഞ്ഞു വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ വീണ്ടും പയ്യെ ഇറങ്ങാൻ തുടങ്ങി അല്ലേ ചേട്ടാ? മാളത്തിൽ നിന്ന് പയ്യെ പുറത്തിറങ്ങി. കുഞ്ഞിക്കൊരു സമാധാനം കിട്ടിയിട്ടുണ്ട് പുറത്തേക്കൊന്നും ഇറങ്ങിപ്പോലെ. ഇതാണ് കേട്ടോ നമ്മുടെ ബാങ്ക് സ്ട്രീറ്റ് എന്ന് പറയുന്നത്. നമ്മൾ ഓൾറെഡി സൂക്കിൻ്റെ വ്ളോഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നോക്കുകയാണെങ്കിൽ ബാങ്കുകളുടെയൊക്കെ ഓരോരോ ബിൽഡിങ്ങുകളാണ്. ക്രോസ് ചെയ്യട്ടെ. നേരെ റോഡിൻ്റെ ഓപ്പോസിറ്റുള്ളതൊരു പാർക്കാണ്. പക്ഷേ അവിടെ ഈ കുട്ടികൾക്ക് കളിക്കാൻ പറ്റുന്നൊന്നുമില്ല കേട്ടോ. അപ്പോൾ നമ്മളിന്ന് ഈ പാർക്കിലേക്കല്ല പോണത്. ആദ്യം നമ്മൾ പോണത് കുഞ്ഞിക്ക്. എന്നാ വിട്ടോ, വണ്ടി വിട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ കുഞ്ഞിനെയും കൊണ്ട് പാർക്കിലേക്ക് പോവാണല്ലേ. അവിടുന്ന് നേരെ അടുത്ത ലൊക്കേഷൻ അല്ലേ? ഓക്കെ. അപ്പം ആദ്യം നമ്മൾ പാർക്കിലേക്ക് പോവാണ്. പോവാം. നമ്മളങ്ങനെ നടന്ന് ഖത്തർ സൂക്കിൻ്റെ ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ടല്ലേ. ഇവിടെ നിന്ന് നേരെ സൂക്കിൻ്റെ നേരെ ഓപ്പോസിറ്റ് ക്രോസ് ചെയ്താലാണ് കേട്ടോ നമ്മൾ പോകുന്ന പാർക്ക്. പിന്നെ നേരെ ആ മുന്നിൽ കാണുന്ന പള്ളി, അതെന്തായിരുന്നു അതിൻ്റെ ചരിത്രം? ഏറ്റവും പഴക്കം ചെന്ന പുരാതനമായിട്ടുള്ള ഖത്തറിലെ പള്ളിയാണ്. അങ്ങനെ ഗൈസ്, ആഷ്ലിയുടെ അഭ്യർത്ഥന മാനിച്ച് ഏതെങ്കിലും ഒരു സീനിൽ ആഷ്ലിനെ കൊണ്ടുവരാൻ പറഞ്ഞു. എല്ലാ സീനിലും ഞാൻ കുഞ്ഞാന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് ഞാൻ അതെ ഇതിപ്പോ സൂക്കിന്റെ ഏരിയയിലേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ്. ഇതിൽ പിന്നെ അങ്ങനെ ലാസ്റ്റ് കാണുന്ന നീല കളറ്, പിന്നെ അതിൻ്റെ മുകളിൽ ജസ്റ്റ് ഒരു കോർണിഷാണ് കാണുന്നത്. നീല കളർ ഒരു തിരി കത്തിച്ച് വെച്ച പോലെ കാണുന്നത് കോർണിഷ് ഏരിയയാണ്. കോർണിഷ് ഇവിടെ നിന്ന് കുറച്ചേ ഉള്ളൂ, ജസ്റ്റ് അങ്ങോട്ടൊരു ഇതിന്റെ തൊട്ടടുത്തെത്തി. ഇനി അവിടെ നിന്ന് ഇതാണ് സൂക്ക്. നമ്മൾ സൂക്കിന്റെ ഉള്ളിലേക്ക് ഇപ്പൊ കേറുന്നില്ല കേട്ടോ. നേരെ ഓപ്പോസിറ്റ് കാണുന്നതാണ് കോർണിഷ്. അപ്പോൾ നമ്മൾ ഈ സൂക്കിൻ്റെ ഇവിടുന്ന് നേരെ റോഡ് ക്രോസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പുറത്തെ സൈഡിൽ പാർക്ക്. അപ്പോൾ നമ്മൾ നേരെ പാർക്കിലേക്കാണ് പോണത്. പാർക്കിലേക്ക് പോയിട്ട് അവനെ കുറച്ച് നേരം കളിക്കാനൊക്കെ വിട്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത ലൊക്കേഷൻ പിടിക്കാം. ഇതൊരു പാർക്കല്ലേ? ഇവിടെ ഇങ്ങനെ ഒരുപാട് സീറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമുക്കിങ്ങനെ വന്നിട്ട് സുഖമായിട്ട് ഇരിക്കാം. ഈ ഇരിക്കുന്ന കക്ഷിയാണ് നമുക്കൊരു പ്രശ്നക്കാരൻ. ഈ പൂച്ചകൾ
ഭയങ്കര പ്രശ്നമാണ്. ഇവൻ വാക്സിനേറ്റഡ് ആണെന്ന് പറയുന്നത്, അതുകൊണ്ട് വേറെ ഹെൽത്ത് ഇഷ്യൂസ് ഒന്നും ഇല്ലാന്നും പറയുന്നുണ്ട്. കുഞ്ഞിനെ ഞങ്ങൾ വന്ന സമയത്ത് കുഞ്ഞി പൂച്ചയുടെ അടുത്ത് പോയിട്ട് പൂച്ച അവനെ മാന്തുമൊക്കെ ചെയ്തു. പിന്നെ ഞങ്ങൾ ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോയി. ഭയങ്കര സീനായിരുന്നു. പ്രത്യേകിച്ച് പ്രശ്നമൊന്നും പറ്റിയില്ല, എന്നാലും നമുക്ക് ഭയങ്കര ടെൻഷനായിപ്പോയി. അങ്ങനെ അതുകൊണ്ട് ഇവിടെ എവിടെ നോക്കിയാലും പൂച്ചകളാണ്, അതാണ് ഒരു റിസ്ക് ഉള്ളൂ ഇവിടെ. അപ്പോൾ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഈ പാർക്കിൻ്റെ നേരെ അപ്പുറത്തെ സൈഡിലായിട്ട് കുട്ടികളുടെ പ്ലേ ഏരിയ ഉണ്ട്. അപ്പോൾ നമ്മൾ അങ്ങോട്ടാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഇങ്ങനെ ഒരുപാട് കപ്പിൾസും പിന്നെ ഒരുപാട് പേര് ഇവിടെ വന്നിട്ട് ഇങ്ങനെ ഇരിക്കുന്ന സ്ഥലമാണ്. ഇതിപ്പോൾ ചൂട് ഒരു ക്ലൈമറ്റ് അങ്ങോട്ട് സെറ്റ് ആവാത്തതുകൊണ്ടാണ് ആൾക്കാരൊക്കെ കുറവ് അല്ലേ. ഒരു മാസം കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെയൊക്കെ നിറച്ച ആൾക്കാരായിരിക്കും. നമ്മുടെയൊക്കെ നാട്ടിലെ മറ്റേ ഈ കനാലിൻ്റെയൊക്കെ സൈഡിൽ കാണുന്ന ഒരു പുല്ലുണ്ടല്ലോ, അതിനെന്താ പറയുക, ആ പുല്ല് പോലെ ഉണ്ട് ഇത്. ഈ ഒരു പുല്ല്, ഇതിൻ്റെ പേരൊന്നും എനിക്കറിയാൻ പാടില്ല. ഇങ്ങനത്തെ പുല്ല് നമ്മുടെ നാട്ടിൽ ഞാൻ കണ്ടിട്ടുണ്ട്. ബദാമോ? ആ, അപ്പോൾ ബദാമുണ്ട് ഇവിടെ. പിന്നെ ആണോ? നല്ല രസമുണ്ടല്ലേ. നല്ല അടിപൊളിയായിട്ട് സെറ്റാക്കി വയ്ക്കും. ഒരു പാർക്കാണെങ്കിൽ നിലത്തൊക്കെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഇല പോയിട്ട് ഒരു വേസ്റ്റോ ഒരു കാര്യങ്ങളും ഇവിടെ കാണില്ല കേട്ടോ. അത്ര ക്ലീനായിരിക്കും. ഇവിടെ ഒരു പൈപ്പൊക്കെ വെച്ചിട്ടുണ്ട്. കുഞ്ഞി പാർക്കിൽ പോവാം. പാർക്കിലേക്ക് പോവാം. ഇവിടെ ഇരിക്കാനുള്ള സീറ്റൊക്കെ ഉണ്ട്. നമുക്ക് കുറച്ച് നേരം ഇരിക്കണോ? ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ ഒത്തിരി നേരം അവിടെ ഇരുന്ന് പോവും. അതുകൊണ്ട് നേരെ പാർക്കിലേക്ക് പോവാണേ. പാർക്കിൽ ചെന്നിട്ട് ഇരിക്കാം. പക്ഷെ പാർക്കിൽ ചെന്ന് കഴിഞ്ഞാൽ അവൻ ഇരിക്കാൻ സമ്മതിക്കില്ല. നോക്കി 2 കുഞ്ഞു പൂച്ചകൾ ഇതേ പോണു. കുഞ്ഞിക്ക് പൂച്ചേനെ ഇഷ്ടമാണ്. പക്ഷെ കുഞ്ഞിക്ക് അന്നത്തെ ഒരു എക്സ്പീരിയൻസ് കൊണ്ട് പേടിയാണ്. അമ്മയും കുഞ്ഞും കൂടി ഇതേ പോകുന്നു. ഇവിടുന്ന് അങ്ങോട്ട് കാണാൻ നല്ല ഭംഗിയാണ്. ഞാൻ കോർണിഷിൻ്റെ ഭാഗത്തേക്ക് പോകുന്ന വഴിയിലേ. നമുക്ക് ഇവനെ പാർക്കിലെ പരിപാടി കഴിഞ്ഞിട്ട് നേരെ ക്രോസ് ചെയ്യാം കേട്ടോ. അപ്പോൾ അവിടെ നിറച്ച് ബോട്ടുകളും കാര്യങ്ങളൊക്കെയാണ്. നല്ല രസമാണ് കാണാൻ. അപ്പം അവിടേക്ക് പോവാം. ഇവനെ ഒന്ന് പാർക്കിൽ കൊണ്ടുപോയി കളിപ്പിച്ചിട്ട്. നല്ല അടിപൊളിയൊരു പാർക്കാണ്. രാത്രി ആയതുകൊണ്ട് എത്രത്തോളം നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്നുള്ളത് എനിക്കൊരു പിടിയില്ല. നല്ല ക്ലീൻ പാർക്ക്. എവിടെ കിട്ടും ഇത്ര നല്ല ക്ലീൻ ആയിട്ടുള്ള പാർക്ക്? ഖത്തറിൽ കിട്ടും. കുഞ്ഞിനെ അടിച്ച പൂച്ചയുടെ ഷേപ്പും കളറും ഒക്കെ ഇതാണ്. അപ്പം നമുക്കിന്ന് ചോദിച്ചു നോക്കാം. നീ ആണോടാ കുഞ്ഞിനെ അടിച്ചേ? ചോദിക്കടാ, നീ ആണോ അടിച്ചേ? ചോദിക്ക്. ആഹാ, നീ ആണോടാ കുഞ്ഞിനെ അടിച്ചേ? കുഞ്ഞിക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ഇനി അടിക്കാൻ വന്നാ വിവരം അറിയുന്നോറാ. ആ, എന്നാ ശരി, പോയേക്കാം. അല്ലെങ്കിൽ അവൻ വന്ന് നമ്മളെ വിവരം അറിയിക്കും. ബൈ. കുഞ്ഞിക്ക് സന്തോഷമായി. കുഞ്ഞിനെ അടിച്ച പൂച്ചയുടെ കളറുള്ള പൂച്ച. ചിലപ്പോൾ ആ പൂച്ച തന്നെ ആയിരിക്കൂലേ. ഇനി ഇവിടെ അല്ല, അതുപോലൊക്കെ തന്നെ ഇരിക്കണേ. അല്ല, വെള്ളയുണ്ട്. വെള്ളയും ഇതുപോലെ തന്നെയാ. പക്ഷെ ഇച്ചിരി ക്ഷീണിച്ചതായിരുന്നു തോന്നുന്നു. ദേ അവിടെയാണ് കേട്ടോ പാർക്ക്. അപ്പം നേരെ പാർക്കിൽ പോവാം. ഇങ്ങനെ പല സ്ഥലങ്ങളിൽ കുഞ്ഞി നിൽക്കും. അവിടെ നിന്നൊക്കെ പിടിച്ചു വലിച്ചു കൊണ്ടുപോടാ. വാടാ. ഈ സൂക്ക് വാക്കിഫിൻ്റെ ബാക്ക് സൈഡിലായിട്ട് നമുക്കിവിടെ ഒരു ക്യാമലിൻ്റെ ഒരു ഏരിയ ഉണ്ട്. ഇവിടെ ഫുള്ള് ക്യാമൽസാണ്. നമ്മുടെ ഈ തൃശ്ശൂർ ആനക്കോട്ട എന്നൊക്കെ പറയുന്ന പോലെ ഇവിടെ ഖത്തറിൽ ഒരു ഒട്ടകത്തിൻ്റെ ഒരു കോട്ട എന്നൊക്കെ പറയാൻ വേണമെങ്കിൽ കംപ്ലീറ്റ് ഒട്ടകങ്ങളാണ്. നിങ്ങളിപ്പോൾ കുറേ ഒട്ടകത്തിനെ കണ്ടില്ലേ? ഈ ഒട്ടകത്തിനെ കൊണ്ട് അല്ലേ ഇവർ ഈ നാഷണൽ ഫെസ്റ്റിവൽ അങ്ങനെ ഇവിടെ മെയിനായിട്ടുള്ള എന്തോ. അതെ, ഇവരുടെ മെയിനായിട്ടുള്ള ഇപ്പോൾ അറബ് കൺട്രീസിൽ നോക്കുകയാണെങ്കിൽ ഇവർക്ക് ഒട്ടകം ഇവർക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു മൃഗമാണ്. നമ്മുടെ നാട്ടിൽ ഈ ആന എന്നൊക്കെ പറഞ്ഞ പോലെ ഇവർ ഫെസ്റ്റിവൽസിന് കൂടുതൽ കൂട്ടിക്കൊണ്ടുവന്ന ഈ ഒട്ടകത്തിനെയാണ്. ഇപ്പോൾ ഇവിടെ ഫോറിൻ കൺട്രീസിൽ നിന്നൊക്കെ ഓരോരുത്തർ വരുന്ന സമയത്ത് ഇവർ സ്വീകരിക്കുന്ന ഈ ഒട്ടകത്തിൻ്റെ പുറത്ത് കയറി ഇരുന്നിട്ട് വാളും പരിചയൊക്കെ ആയിട്ട് ഇവരെ ട്രംപ് വന്ന സമയത്തൊക്കെ ഇവരെ, അതായത് മീൻസ് ഇവരുടെ ഒരു സാംസ്കാരികപരമായിട്ടുള്ളൊരു കാര്യങ്ങൾക്കൊക്കെ ഒട്ടകത്തിൻ്റെ ഒരു പ്രസൻസ് ഉണ്ടാവും മെയിനായിട്ട്. ഒട്ടകത്തിൻ്റെ മേളിൽ അറബികൾ അവരുടെ ആ ഒരു ഡ്രസ്സൊക്കെ ഇട്ടിരുന്ന്
ഇങ്ങനെ നല്ല സെറ്റപ്പിൽ ഇങ്ങനെ കൊണ്ടുപോകണ കാണാം. പിന്നെ ഈ പറഞ്ഞ പോലെ ഈ ഒട്ടകത്തിന് ഈ ഓട്ട മത്സരത്തിന് കൊണ്ടുപോകുന്നത് എനിക്കറിയില്ലായിരുന്നു. ഞാൻ ഈ ഒമാനിൽ ജോലിക്ക് പോയതിന് ശേഷമാണ് ഞാനത് മനസ്സിലാക്കിയത്. ഈ ഒട്ടകത്തിന് അതിനെ ഭയങ്കര പൈസയാണ്. അതിന് ഫസ്റ്റ് പ്രൈസ് വിന്നർക്ക് ലക്സസ്, പിന്നെ അതുപോലെ എന്താ പറയാ ഭയങ്കരമായിട്ട് 1 ലക്ഷം 2 ലക്ഷം റിയാലൊക്കെയാണ്. നമുക്കൊരു ഒട്ടകത്തിന് മേടിച്ചിട്ടേ ഇവിടെ ഓട്ട മത്സരത്തിന് വിടാം. നമ്മൾ പ്രാക്ടീസ് ചെയ്യിപ്പിച്ച ചിലപ്പോൾ നന്നായിട്ട് ഓടും. നമ്മൾ പാർക്കിലെത്തിയിട്ടോ. ഇനി നമുക്ക് കുറച്ച് നേരം കളിക്കാം. ഇനി ഞാനും കുഞ്ഞും കളിക്കാൻ പോവാം. ഇതൊരു കുഞ്ഞി പാർക്കാണേ. അത്യാവശ്യം കുറച്ച് ഐറ്റംസ് ഉള്ളൂ ഇവിടെ. പിന്നെ എന്താ പറയുക, തൽക്കാലം കുഞ്ഞിക്ക് പറ്റുന്ന സാധനങ്ങളൊക്കെ ഇവിടെ ആയിരിക്കും ഉള്ളത്. പിന്നെ കുറച്ചുകൂടി അപ്പുറത്ത് വേറെ പാർക്കുണ്ട്. അവിടെ കുറച്ചും കൂടി വലിയ പിള്ളേർക്കൊക്കെ പറ്റുള്ളൂ. നമ്മൾ അവിടെ കൊണ്ടുപോയി കഴിഞ്ഞാൽ എനിക്ക് കയറി അവനെ മാനേജ് ചെയ്യാൻ പറ്റില്ല. ഇവിടെ ആകുമ്പോൾ എനിക്ക് പറ്റുമല്ലോ. അതുകൊണ്ടാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നേ. നമ്മൾ പല പാർക്കുകളായിട്ട് മാറി മാറി കൊണ്ടുപോകാറുണ്ട് കേട്ടോ. ഇന്നിപ്പം നമുക്ക് അതിൻ്റെ അപ്പുറത്തെ സൈഡിലേക്ക് പോകേണ്ടത് കൊണ്ട് ഇങ്ങോട്ട് ഇറങ്ങിയതാ. അപ്പോൾ നമ്മൾ പോയി കളിക്കാൻ നോക്കട്ടെ. പണ്ടൊക്കെ വരുമ്പോ എന്നോട് കയറി ഇരിക്കാനേ പറയാറ്. ഇപ്പൊ എന്നോട് കയറണ്ട പൊക്കോളാൻ. ഞാൻ പോവാ. എന്തുവാ ഈ സ്റ്റിയറിംഗ് ഏതാ ഓടിച്ചേ? കുഞ്ഞ് ഭയങ്കര പ്രോ ഡ്രൈവറാണ്. കുഞ്ഞ് വേറെ ലെവലാണ്. കുഞ്ഞിക്ക് എല്ലാ സംഗതികളും അറിയാം വണ്ടീനെ കുറിച്ച്. നാട്ടിൽ പോയി ഒരു വണ്ടി അങ്ങോട്ട് കൊടുത്താൽ കയ്യിൽ കൊടുത്താൽ മതി. വാ. കയറിയുള്ള കുട്ടികളെയാണ് കാണുന്നത്. ഇത് വലിയ കുട്ടി, ഒരു ചെറിയ കുട്ടി അതിൻ്റെ ഉള്ളിൽ കയറിയിട്ടുണ്ട്. അവിടെ അതേ വരുന്നത്. ഇത് ചെറിയ കുട്ടി, ഇത് വലിയ കുട്ടി. ഈ 2 കുട്ടികളും കൂടിയാണ് പാർക്കിൽ കളിക്കാൻ വരുന്നത്. 5 മിനിറ്റ് കഴിയുമ്പോൾ കയറും. ഇപ്പോൾ കുഞ്ഞ് കളിച്ച് കുറച്ച് ടയേർഡൊക്കെ ആയി. ഇപ്പോൾ കുഞ്ഞ് ഇച്ചിരി ജ്യൂസ് കുടിക്കാൻ വേണ്ടി വന്നേക്കാണ്. മടുത്തോ? അത് പോവും. മടുത്തോ കുഞ്ഞ്? മടുത്തോ? കുഞ്ഞിക്ക് സ്ട്രോബെറി മിൽക്ക്. ഇവിടെ ചെറിയ രീതിയിൽ പെട്രോളൊക്കെ അടിച്ചിട്ടിരിക്കുന്നുണ്ട്. അവൻ എന്ത് മേടിച്ചാലും അവൻ നേരെ ഓപ്പോസിറ്റ് നമ്മുടെ എന്താ വേണ്ടേ, നമ്മൾ കഴിക്കുന്നത് വേണം. ഇത് കുടിക്ക്. എന്നിട്ട് പവറായിട്ട് വേണം വീണ്ടും കളിക്കാൻ. വേഗം കുടിക്ക്. പിരിയും പാലും അതും കൂടി പിരിയും. പുളിയാ പറഞ്ഞാ മനസ്സിലാവില്ല പുളിയാണ്. പൊന്നെ ഇത് കുടിച്ചോ. അത് വേസ്റ്റ് കൊണ്ടിട്ടാരെ ഭയങ്കര പുളിയാ. കുഞ്ഞത് കുടിച്ചോ. അപ്പൊ നമുക്കിനി അടുത്ത ലൊക്കേഷൻ അങ്ങോട്ട് പിടിക്കാം. അപ്പൊ നമുക്ക് അങ്ങോട്ട് കിടന്നാലോ? പോവാല്ലേ? ഇപ്പം അത്യാവശ്യം കുറച്ചായി. കുഞ്ഞിക്ക് ഇനി കളിക്കുന്നുണ്ടോ? കളിക്കാതെ പറഞ്ഞു ഓടി. എന്നാ പിന്നെ കളിക്കട്ടെ. കുഞ്ഞല്ലേ എളുപ്പപ്പണി ആട്ടോ കാണിക്കണം. അതിൻ്റെ ഉള്ളിൽ കൂടെ കയറാനുള്ള പരിപാടിയായിരുന്നു. തിരിച്ചിങ്ങോട്ട് തന്നെ വരികയാണ്. നമ്മൾ പാർക്കിൽ നിന്ന് ഇങ്ങനെ ജസ്റ്റ് നടന്ന് തുടങ്ങിയപ്പം കുഞ്ഞ് ഇങ്ങോട്ട് കയറി വന്നേ. അപ്പം നോക്കിക്കഴിഞ്ഞപ്പം ദേ ഇവിടെ ഇങ്ങനെ ഇത് കൊള്ളാല്ലേ സെറ്റപ്പ്. ഇവിടെ എന്തെങ്കിലും ഷോകളൊക്കെ നടത്തുകയും ചെയ്യാം. ഇവിടെ ആൾക്കാർക്ക് ഇരിക്കുകയും ചെയ്യാം. അടിപൊളി. ഇതെന്തിനാ ഇങ്ങനെ സ്റ്റേജ് അതിൻ്റെ ഇടയിൽ? ഈ വിന്റർ സീസൺ ഒക്കെ വരുന്ന സമയത്ത് ഇവരെ കുറെ കൾച്ചറൽ പ്രോഗ്രാംസ് കാര്യങ്ങളൊക്കെ ഈ പ്രോഗ്രാമുകളൊക്കെ അതിൻ്റെ ഉള്ളിൽ ചെറിയൊരു, അതായത് ഇവിടെ ജസ്റ്റ് വരുന്ന വിസിറ്റേഴ്സിന് മാത്രം ഈ നാഷണൽ ഡേക്ക് അതുപോലെ തന്നെ ആ ടൈമിലൊക്കെ ചെറിയ പ്രോഗ്രാമുകൾ ഉണ്ടാവും. കണ്ടോ അവിടെ സ്റ്റേജ്. ഇവിടെ നമുക്ക് ഇരിക്കാം. ഇതിൻ്റെ ചുറ്റും പാർക്ക്. തൊട്ട് ഓപ്പോസിറ്റ് ആ കാണുന്നത് സൂക്ക്. ഇനി ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ ആ കാണുന്നത് കോർണിഷ്. ഒരു ദിവസം നമുക്ക് കോർണിഷിലേക്ക് പോവാട്ടോ. കോർണിഷ് കുഞ്ഞവിടെ പോയി കയറി വന്നിട്ട് ഡാൻസ് കളിക്കുക. അപ്പോൾ ഞങ്ങൾ റെക്കോർഡ് ചെയ്യാം. ഒരു ദിവസം നമുക്ക് കോർണിഷിലേക്ക് പോകണേ. കോർണിഷിലേക്ക് ഒരു ദിവസം പോകണം. ആ കാണുന്നത് പാർലമെന്റ് ആണേ. കുഞ്ഞി അവിടെ സ്റ്റേജിൽ കയറാൻ പോയേക്കുക. ഇല്ലെന്നുണ്ടെങ്കിൽ നേരെ നമുക്ക് അപ്പുറത്തേക്ക് കിടക്കായിരുന്നു. നല്ല ഭംഗിയില്ലേ കാണാൻ.
റോഡൊക്കെ നല്ല രസമാണ് കാണാൻ. ആ ഒരു മറ്റേ ഈ എന്താ പനയുടെ ഇലയുടെ ഷേപ്പല്ലേ അത് ആണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അങ്ങനെ ഈ കോർണിഷിലേക്ക് പോകുന്ന ഭാഗത്ത് അങ്ങനെ മെയിനായിട്ടുള്ള റോഡുകളിലൊക്കെ മൊത്തം ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയാണ് കാണാൻ, നേരിട്ട് കാണാൻ നല്ല രസമാണ്. പിന്നെ ഇപ്പം ഈ കാണുന്നത് എന്തോ ഒരു മ്യൂസിയം അങ്ങനെ എന്തോ ഒരു സംഭവമാണ്. അത് ഞാൻ ആൾ വന്നിട്ട് ചോദിച്ചിട്ട് കറക്റ്റ് പറയാം കേട്ടോ. പിന്നെ ഒത്തിരി കാര്യങ്ങളുണ്ട് ഇതിൻ്റെ ഇടയിൽ, ഇവിടെ ഈ ഒരു ഭാഗത്ത് തന്നെയായിട്ട്. അതാണ് നമ്മുടെ ഏറ്റവും പഴക്കം ചെന്നിട്ടുള്ള ഖത്തറിലത്തെ അവരുടെ പള്ളി. ഫോട്ടോസിലൊക്കെ കാണുന്ന ഒരു പള്ളിയില്ലേ, അതാണ് ആ പള്ളി. അതെ, ഒരു കാര്യം ചോദിക്കട്ടെ, എങ്ങോട്ട് വന്നേ? ആ ഇതില്ലേ അതെന്തായിരുന്നു? മ്യൂസിയം അല്ലേ? ആ മ്യൂസിയം. മ്യൂസിയം ഓഫ് ഇസ്ലാമിക് ആർട്ട്. അവിടെ കയറാൻ പറ്റുമോ? അപ്പം കയറാൻ പറ്റുമെന്നാണ് പറഞ്ഞത്. ഞങ്ങളിതുവരെ അവിടെ പോയിട്ടില്ല. ഇപ്പം എന്തെങ്കിലും ഒരു ദിവസം പോവാം. അപ്പം നമുക്ക് അപ്പുറത്തേക്ക് പോവാം. വാ കുഞ്ഞു വാടാ. നമ്മൾ സിഗ്നലിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം കേട്ടോ. ഇവിടെ ക്രോസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ടാസ്ക്കാണ്. അയ്യോ, അവിടെ സിഗ്നൽ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ക്രോസ് ചെയ്യാവേ. നമ്മളങ്ങനെ സീ സൈഡിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ ഒരു ഒറ്റ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇങ്ങോട്ട് കടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ബോട്ടിൻ്റെ ഒക്കെ ആൾക്കാർ ഓടിച്ചിട്ട് നമ്മളെ പിടുത്തമാണ് വരാൻ പറഞ്ഞിട്ട്. അയ്യോ ഒരു രക്ഷയില്ല, നടക്കാൻ പറ്റുന്നില്ല. ഓരോരോ ബോട്ടിൻ്റെ അവിടെ ചെല്ലുമ്പോഴും ഓരോരുത്തർ ഒരു 2 പേര് വെച്ചിട്ട് നമ്മളെ പിടിക്കും. എന്നിട്ട് വാന്നും പറഞ്ഞിട്ട് ഇങ്ങനെ ഭയങ്കര ശല്യം. ഇതുപോലെ ഇങ്ങനെ നിറയെ ബോട്ടുകളായിരിക്കും ഈ ഒരറ്റം തൊട്ട് അപ്പുറത്തെ ഒരു സൈഡ് വരെ അല്ലേ. ഇതിൽ കയറാനായിട്ട് ഒരാൾക്ക് 10 റിയാലോ? ശരിക്കും സീസണൊക്കെ ആണെങ്കിൽ 20 റിയാലൊക്കെ വാങ്ങുവരും. ഇപ്പൊ സീസൺ ഓഫ് സീസൺ ആയതുകൊണ്ട് 10 റിയാലൊക്കെ വെച്ചിട്ട് പെർ ഹെഡ് 10 റിയാലൊക്കെ ഉള്ളൂ. പക്ഷേ നമുക്ക് കയറാനുള്ളൊരു മൂടൊന്നുമില്ല. ഇത് ചുമ്മാ ഇങ്ങനെ കുറേ നേരം അതിൻ്റെ ഉള്ളിൽ വെയിറ്റ് ചെയ്യണം. അതിൽ എത്രയോ ആൾക്കാരാവുന്ന വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. നൈറ്റാണ്. പിന്നെ എന്താ, ചുമ്മാ അവിടെ പോയിട്ട് ഇങ്ങോട്ട് വരും. ബോറടി പരിപാടിയാണ്. അല്ലെ പിന്നെ കുറച്ച് ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒരു രസമായിരിക്കും അല്ലേ. അതുകൊണ്ട് നമുക്ക് കയറാൻ വലിയ താല്പര്യമില്ല. ഇവിടെ നിറയെ ആൾക്കാരാണ്. ഇന്നിപ്പോൾ വ്യാഴാഴ്ചയാണ് കേട്ടോ. അപ്പം ഹോളിഡേ ആണല്ലോ, അതുകൊണ്ട് നിറയെ ആൾക്കാരാണ്. അപ്പോൾ നമ്മൾ കുറച്ച് നേരം ഇവിടെ നടക്കും. ഇതാണ് കേട്ടോ പറഞ്ഞ ഈ ഒരു സീൻ്റെ ഓപ്പോസിറ്റ് കോർണിഷ്. ഇവിടെ നേരെ ഇവിടെ നിന്ന് ഇങ്ങനെ റോഡ് കറങ്ങി അങ്ങോട്ട് ചെല്ലും. അത്രേ ഉള്ളൂ. ഒരു 2 കിലോമീറ്റർ കാണുമായിരിക്കും, അത്രേ ഉള്ളൂ. ഇതാണ് ഖത്തറിലെ പേളിൻ്റെ ഒരു ചെറിയൊരു സ്റ്റാച്ചു ആണ്. ഇവിടെ പണ്ടൊക്കെ ഖത്തറുകൾ മെയിനായിട്ട് പേളിൻ്റെ ഒരു ഈ ഫിഷിങ് പോലെ തന്നെ പേളിൻ്റെ ഒരു പരിപാടി ഉണ്ടായിരുന്നു. പേളെടുത്ത് അതിൻ്റെ ഉള്ളിലുള്ള ഇതുപോലത്തെ മുത്തെടുത്തിട്ട് ഇതുപോലെ എന്താ ഈ പലതരം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് കൊടുക്കാറുണ്ട്. അപ്പം അതിൻ്റെ ഒരു പ്രതീകമായിട്ട് ഇവിടെ ഒരു പേളിൻ്റെ ഒരു വലിയ സ്റ്റാച്ചു ഉണ്ട്. അത് ഇവർ രണ്ടുപേരും പേളിൻ്റെ സ്റ്റാച്ചു കാണാൻ വന്നുള്ള ടീമുകളാണ്. കുഞ്ഞിക്ക് വെള്ളത്തിൽ ഇറങ്ങണമെന്നും പറഞ്ഞിട്ട് ഭയങ്കര വാശിയായിരുന്നു അവിടുന്ന് വന്നപ്പോൾ മുതൽ. കുഞ്ഞി ക്രോക്കഡൈലുണ്ട് കേട്ടോ, ഭയങ്കര ചാടാൻ തോന്നുന്നു. കല്ലുംകൂട്ടത്തിൽ പോയി തറച്ചിരിക്കും.
നമ്മൾ ഓപ്പോസിറ്റ് സൈഡിൽ ഇരിക്കാൻ പറ്റുന്നില്ല, അതുപോലെ ആൾക്കാർ വന്ന് ഇങ്ങനെ ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരിക്കുക, വായോ 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 എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ നേരെ ഇപ്പുറത്തെ സൈഡിലേക്ക് വന്നു. ഇവിടെ വലിയ കുഴപ്പമില്ല, ഇവിടെ അവരില്ല, അതുകൊണ്ട് സമാധാനമുണ്ട്. അപ്പോൾ അതെ ഇവിടെ ഇതെന്താ ഇവിടെ കൊണ്ടുവന്ന് ഇങ്ങനെ ഇട്ടേക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല. ഇത് വല്ല കംപ്ലൈൻ്റ് ആയിട്ട് കൊണ്ടുവന്നിട്ടേക്കുവാണോ? 1-2 ഇവിടെ ഇങ്ങനെ കിടപ്പുണ്ട്. ഇത് വർക്ക് ചെയ്യാത്തതായിരിക്കും എന്ന് തോന്നുന്നു. അതെ, ഇത് കൊണ്ടുപോകുന്നതല്ലാന്ന് തോന്നുന്നേ. ഇവിടെ കൊണ്ടുവന്നിട്ടിട്ടുണ്ട്. 1-2 ഇവിടെ കിടപ്പുണ്ട്. ബനാന ഐലൻഡ് റിസോർട്ട്. പിന്നെ എന്താ എഴുതിയേക്കുന്നത്? ഇതെന്താ സംഭവം? ഇവിടെ ബനാന ഐലൻഡിലേക്കുള്ള ചെക്കിനുള്ള ടെർമിനലാണ്. അപ്പോൾ നമ്മൾ ഈ ഫ്ലൈറ്റിലൊക്കെ പോകുന്ന പോലെ കൊച്ചി ടെർമിനൽ, ടിക്കറ്റ് എടുക്കുന്ന ടെർമിനൽ എന്നൊക്കെ പറയുന്ന പോലെ ബനാന ഐലൻഡിലേക്ക് ട്രാവൽ ചെയ്യാനുള്ള ആളുകൾക്ക് ഇവിടെ നിന്നാണ് ടിക്കറ്റിങ്ങും ചെക്കിനും. ഇവിടുന്ന് ബോട്ടിൽ അവരെ കൊണ്ടുപോയിട്ട് ബനാന ഐലൻഡിൽ വിടും, തിരിച്ചെടുത്തോണ്ട് ഇവിടെ വിടും. ഓക്കെ, അപ്പൊ ഇതിന്റെ ഉള്ളിൽ കയറി നമുക്ക് ബനാന ഐലൻഡിലേക്ക് പോവാം. ഒരു പ്രാവശ്യം നമുക്ക് ബനാന ഐലൻഡിൽ പോവാവേ. നമ്മൾ പോവാത്ത ഒരു ഭാഗമാണ് ബനാന ഐലൻഡ്. അപ്പോൾ നമുക്കൊരു പ്രാവശ്യം പോകണം. അങ്ങനെ നമ്മൾ ഇവിടെ കിടന്ന് കറങ്ങി ഇരിക്കുകയാണ്. അപ്പം നമ്മൾ നേരെ ഇനി വീട്ടിൽ പോകാൻ പോവാണ്. ഈന്തപ്പനയിൽ എന്താ ആശാനെ ഒന്നും ഇല്ലാത്ത? സീസൺ കഴിഞ്ഞോ? ജൂലൈ ഓഗസ്റ്റ് ആയിരുന്നു സീസൺ. നമ്മൾ കുറേയൊക്കെ ഇങ്ങനെ കെട്ടിയിട്ടിരിക്കുന്നതൊക്കെ കണ്ടായിരുന്നു. ഇപ്പോൾ ഒന്നും ഒരെണ്ണത്തിലും ഒന്നും കാണാനില്ല കേട്ടോ, എല്ലാം കഴിഞ്ഞു എന്ന് തോന്നുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മളിവിടെ വെച്ചിട്ട് അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ പറയണം. ഞങ്ങൾ ഇമ്പ്രൂവ്മെൻ്റ് ഒക്കെ കൊണ്ടുവരാനായിട്ട് ട്രൈ ചെയ്യാം. പിന്നെ ഞങ്ങളുടെ ഒരു രീതി ഇങ്ങനെയൊക്കെയാണ്. പിന്നെ സൂക്കിൻ്റെ ഭാഗങ്ങൾ നമ്മൾ കാണിച്ചിട്ടുള്ളൂ. സൂക്കിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മളൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് വീഡിയോ സൂക്കിൻ്റെ വീഡിയോ ആണ്. സൂക്കിനെ കുറിച്ച് ഓൾറെഡി നമ്മൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ സൂക്ക് എന്താണെന്ന് അറിയണം എന്ന് ആഗ്രഹമുള്ളവർ ആ ഒരു വീഡിയോ കയറിയിട്ട് കാണുക. പിന്നെ ഇനി നമ്മൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.